അതുപോലെ ചെറുപ്പക്കാരോട് പറയട്ടെ, സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കണം, നമുക്കിന്ന് ഫാഷൻ എന്ന് പറഞ്ഞാലും പുതിയ പുതിയ പുതുമകളെ സ്വീകരിക്കാൻ നമുക്ക് വലിയ സന്തോഷമാണ്. ഏതെങ്കിലും ഒരു മോഡൽ പുതിയതിറങ്ങിയാൽ നമുക്ക് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ചില പെൺകുട്ടികളാണെങ്കിലോ നല്ല മുഴുവനും കാലുള്ള ജീൻസ് വാങ്ങും, എന്നിട്ട് സാക്ഷാൽ ബ്ലേഡ് കൊണ്ട് ജീൻസ് പകുതി മുറിച്ചു കളയും, കീറിയ പാൻസ് ഇട്ടുകൊണ്ട് നടക്കും. അത് ഫാഷനാണ്. അത് ഫാഷനായി വന്ന കാലമാണ് സഹോദര. എന്നാൽ ഈ സമുദായത്തിന് ഒരുപാട് അംഗങ്ങൾ ഈ ലോകത്തുണ്ട്, രാഷ്ട്രങ്ങളുണ്ട്. പക്ഷേ ചവിട്ടി തേക്കപ്പെട്ടിട്ട് ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? ഫലസ്തീനിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങൾക്കെതിരെ തോന്നിവാസങ്ങൾ ശൃംഖലയായി നടന്നുകൊണ്ടിരുന്നിട്ട് ഒരു വിരലനക്കാൻ ആരെങ്കിലും ഉണ്ടോ സഹോദര? ഇല്ല. എന്തുകൊണ്ട്? ഈ കഴിഞ്ഞ രാഷ്ട്രീയ യുദ്ധത്തിന്റെ തലേ ദിവസം ഇന്റർനെറ്റിലൂടെ ഒരു മുസ്ലിം പണ്ഡിതൻ പ്രഖ്യാപിച്ചു. എന്താണെന്നറിയോ പ്രഖ്യാപിച്ചത്? اتخذ زعيم العراق الوطنية دينا. ഇറാഖിലെ സദ്ദാം ഹുസൈൻ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതീക്ഷ വെക്കാൻ പാടില്ല. ഇറാഖിന്റെ അധികാരി സ്വീകരിച്ചു അൽ വതനിയ്യത ദീനാ, അറബ് ദേശീയതയെ മതമായി സ്വീകരിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കതിൽ പ്രതീക്ഷ വെക്കാനില്ല. രണ്ടാമത് പറഞ്ഞു വത്തഖദ മുലൂകുൽ അറബി അൽ ഖസ്റൽ അബിയള ഇലാഹാ. അറബ് രാജ്യത്തെ ഏതെങ്കിലും അധികാരികൾ നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അവർ വൈറ്റ് ഹൗസിനെ ഇലാഹാക്കിയിരിക്കുന്നു. ഫതമസ്സകൂ ബിലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുറുകെ പിടിച്ചോ, മുഹമ്മദുർ റസൂലുള്ളാഹിനെ അംഗീകരിച്ചോ എന്ന പ്രഖ്യാപനം ഇറാഖ് യുദ്ധത്തിന്റെ 2 ദിവസം മുമ്പ് ആദർശബോധമുള്ളൊരു പണ്ഡിതൻ ലോകത്തോട് മുഴുവനും വിളിച്ചു പറഞ്ഞെങ്കിൽ, എന്റെ സഹോദരന്മാരോട് പറയട്ടെ, നമുക്കിന്ന് രക്ഷപ്പെടണമെങ്കിൽ മുൻഗാമികൾ പഠിപ്പിച്ചിരുന്ന പാതയിലൂടെ ഇസ്ലാമിക ആദർശം ഉൾക്കൊള്ളണം. അല്ലാതെ ഇസ്ലാമിക ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് പണയം വെക്കേണ്ടതില്ല. കാരണം എന്താ? പോസ്റ്റ് മോഡേണിസ്റ്റ് ചിന്താഗതികൾ സയൻസ് ലോകത്ത് വരുമ്പോ സയൻസ് ലോകത്തിന് മുമ്പിൽ ഇസ്ലാമിനെ പോലൊരു മതത്തെ കാണിച്ചു കൊടുക്കാൻ ലോകത്തിന് കഴിയുന്നില്ല. ഏതൊക്കെ കണ്ടുപിടുത്തം വന്നാലും ഇസ്ലാമിന് അതിന്റെ മുമ്പിൽ മറുപടി പറയാനുണ്ട്. ഏതൊക്കെ കണ്ടുപിടുത്തം വന്നാലും മുസ്ലിമീങ്ങൾക്ക് അതിന്റെ മുമ്പിൽ പ്രമാണം നിരത്താനുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങളെ കാണാനില്ല. മുസ്ലിമീങ്ങളെ തേടി ലോകം വലയുമ്പോൾ ഇസ്ലാം ഇവിടെ ഗരിമയോടെ നിൽക്കുകയാണ്. ഇസ്ലാമിക ആദർശത്തെ പരാജയപ്പെടുത്താൻ ലോകത്തൊരാൾക്കും സാധിച്ചിട്ടില്ല. ആദർശപരമായി പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ലാത്തൊരു പ്രസ്ഥാനം അനുയായികളുടെ പേരിൽ വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെയാണ് അതിന്റെ അനുയായികൾ. ഇത് കേവലം ഒരു പ്രസംഗത്തിൽ വാക്കായി പറഞ്ഞുവിടേണ്ടതല്ല, ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. അതുകൊണ്ട് എന്റെ വിശ്വാസികളോട് സൂചിപ്പിക്കട്ടെ, നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കണം. അല്ലാതെ കുറെ നമ്മുടെ ചിന്താഗതികളെ മുഴുവനും കൊണ്ടുവന്നതുകൊണ്ടായില്ല. പുതിയ പുതിയ ഗവേഷണങ്ങളെ നമ്മൾ ഉൾക്കൊണ്ടത് കൊണ്ട് മാത്രമായില്ല. അള്ളാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ ഇന്ന് ആളുകൾ ഇല്ലാതെയായിപ്പോയി. എവിടെയെങ്കിലും പൂർണ്ണമായി ഇസ്ലാമിക് സിസ്റ്റമുള്ളൊരു മുസ്ലിമിനെ കാണാനുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്ത് ഇസ്ലാം പ്രബോധനം ചെയ്യാൻ ഒരു പറ്റം പൂർണ്ണ മുസ്ലിമീങ്ങളെ തന്നേച്ചുപോയി. ആ മുസ്ലിമീങ്ങൾ ലോകം മുഴുവനും ഇസ്ലാം എത്തിച്ചു. അതാണ് സ്വഹാബത്ത്. അതുപോലെ ഈമാനുള്ള ഒരു മനുഷ്യനാണ് ബഹുമാനപ്പെട്ട ഇമാം ഖ്വാജാ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി അൽ സഞ്ചരി റഹ്മത്തുള്ളാഹി അലൈഹി. അവിടുന്ന് മദീനയിൽ നിന്ന് റസൂലുള്ളാഹിന്റെ പെർമിഷൻ വാങ്ങി ബഗ്ദാദിൽ പോയി മുഹീദ്ദീൻ ശൈഖിന്റെ പെർമിഷൻ വാങ്ങി ഇന്ത്യയിലെ ഇന്നത്തെ ഇന്ത്യ മഹാരാജ്യത്തെ അങ്ങ് ഉത്തരഭാഗത്തുള്ള ഒരു അജ്മീർ മലയുടെ മുകളിൽ വന്നിരുന്നിട്ടേ ഉള്ളൂ. ഒരു പ്രസംഗവും നടത്തിയിട്ടില്ല, ഒരു ഗ്രന്ഥവും രചിച്ചിട്ടില്ല. ബഹുമാനപ്പെട്ട ഖ്വാജാ
മൊയ്നുദ്ദീൻ തങ്ങൾ ഇസ്ലാമിന്റെ പൂർണ്ണ വ്യക്തിയായപ്പോ ആ പ്രകാശത്തിലേക്ക് ഒരുപാട് ആളുകൾ അടുത്ത് മുസ്ലിമീങ്ങൾ ഉണ്ടായി. ഇന്ന് 3 രാജ്യത്തിലടക്കുന്ന മുസ്ലിമീങ്ങളുടെ അടിസ്ഥാനം ഖ്വാജാ മൊയ്നുദ്ദീൻ തങ്ങളാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നടപ്പ് കണ്ട് മറ്റൊരാൾ ഇസ്ലാമിലേക്ക് വരുമോ? ഞാനൊരു മുസ്ലിമാണെന്ന് അവകാശപ്പെട്ടതിന്റെ പേരിൽ എന്നെ കണ്ടുകൊണ്ട് ഇസ്ലാം പുൽകാൻ ഇവിടെ ആളുകൾ തയ്യാറാകുമോ? ഈ ഒരു അവസ്ഥയിലേക്കാണ് മുസ്ലിം സമുദായം മുഴുവനും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ദീർഘിപ്പിച്ച് പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ എല്ലാം ആദർശം മദീനയിലേക്ക് വലിച്ചു കെട്ടുക. الإيمان يعرض إلى المدينة كما تعرض الحية إلى جحرها. ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഈമാൻ മദീനയിലേക്ക് മടങ്ങുന്നതാണ് പാമ്പതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്നത് പോലെ. അതുകൊണ്ട് നിങ്ങൾ മദീനയിൽ കിടക്കുന്ന ഔവലുൽ മുസ്ലിമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ കിടക്കുന്ന ആദർശത്തിന്റെ നേതാവിന്റെ അടുക്കലേക്ക് നമ്മുടെ കൽബ് പിടിച്ചു കെട്ടാൻ തയ്യാറായാൽ സാക്ഷാൽ ബർണാശ പറഞ്ഞതുപോലെ മോഡേൺ സെഞ്ചുറിയുടെ കൺട്രോൾ മുഴുവനും അങ്ങ് യസ്രിബിലേക്ക് മദീനയിലേക്ക് പിടിച്ചു കെട്ടിയാൽ ഈ ലോകം രക്ഷപ്പെടുന്നതാണ് എന്ന് പഠിപ്പിച്ചതുപോലെ എന്റെയും നിങ്ങളുടെയും കൽബ് പിടിച്ചു കെട്ടുക മദീനയിലേക്ക്, അല്ലാഹുവിന്റെ ഹബീബിന്റെ ചാരത്തേക്ക് പിടിച്ചു കെട്ടിയാൽ ലോകത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹിദായത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകും. അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ പൂർണ്ണമായും അംഗീകരിക്കണം. പൂർണ്ണമായും അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം 3 ഭാഗമാണ്. അത് മാത്രം പറഞ്ഞ് എന്റെ പ്രസംഗം അവസാനിപ്പിക്കും. റസൂലുള്ളാഹിന്റെ വ്യക്തിത്വം 3 ഭാഗമാണ്. ഒന്നാമത്തെ ഭാഗം ഏതാണെന്നറിയുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സാധാരണ മനുഷ്യന്മാരുമായി ഇടപെടുന്ന ഭാഗമാണ്. അതിനാണ് ലിബാസുൽ ബശരി എന്നാണ് അറബിയിൽ പറയുന്നത്. സാധാരണ മനുഷ്യന്മാരുമായി കളിക്കുന്നു, സാധാരണ മനുഷ്യന്മാരുമായി തമാശ പറയുന്നു, സിദ്ദീഖുൽ അക്ബറിന്റെ കൂടെ ഇരിക്കുന്നു, ഫാറൂഖ് ഉമർ തങ്ങളുടെ കൂടെ തമാശ പറയുന്നു, ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് കാര്യം പറയുന്നു, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളോടൊപ്പം നടക്കുന്നു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ 3ൽ 1 ഭാഗമാണ്. എന്നാൽ 3ൽ 2ാമത്തെ ഭാഗം ഏതാണെന്നറിയുമോ? അതാ ലിബാസുൽ മലകൂതി, മലക്കുകളുമായി ബന്ധപ്പെടാൻ കഴിയുന്ന ഹ്യൂമനൈസ്ഡ് സ്ട്രക്ചറിൽ നിന്ന് മാറി അവിടുന്ന് ഏഞ്ചൽ സ്ട്രക്ചറിലേക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വമാണ്. ആ ഭാഗത്താണ് ജിബ്രീലിനെ കാണുന്നത്. ആ ശൈലി കൊണ്ടാണ് ജിബ്രീലിനെ അറിയുന്നത്. ആ ശൈലി കൊണ്ടാണ് ജിബ്രീലിന്റെ കൂടെ നടക്കുന്നത്. ആ ശൈലി കൊണ്ടാണ് ജിബ്രീലിന്റെ കൂടെ യാത്ര ചെയ്യുന്നത്. പിന്നെ 3ാമതൊരു ഭാഗം കൂടെ റസൂലുള്ളാഹിക്കുണ്ട്. അതിനാണ് ലിബാസുൽ റഹ്മാനി, അല്ലാഹുവുമായി മാത്രം ബന്ധപ്പെടുന്ന ഒരു ഭാഗമാണ്. ഈ 3 ഭാഗങ്ങളും റസൂലുള്ളാഹിക്കുണ്ടെന്ന് വിശ്വസിക്കാത്ത ഒരാൾ പൂർണ്ണ വിശ്വാസിയല്ല. ഉദാഹരണം ഞാൻ പറയട്ടെയോ? ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റജബ് 27 വൈകുന്നേരം സഹാബത്തിനോടൊക്കെ ചർച്ച നടത്തി സംസാരിക്കുന്നു. അത് റസൂലുള്ളാഹിന്റെ സാധാരണ ഭാവമാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യരുമായി ഇടപെടുന്ന ഭാഗമാണ്. എന്നാൽ റസൂലുള്ളാഹിന്റെ വ്യക്തിത്വത്തിന്റെ 2ാമത്തെ ഭാഗം ഏതാണെന്നറിയുമോ? അതാ പാതിരാവിന്റെ പഴുതിൽ കിടക്കുമ്പോ മസ്ജിദുൽ ഹറാമിന്റെ ചാരത്ത് ഹജറുൽ അസ്വദിന്റെ നേരെ അങ്ങ് പള്ളിയിലേക്ക് നോക്കിയാൽ ഇന്നും മുസ്ഹഫ് വെക്കുന്ന ഒരു തട്ടുണ്ട്. ആ തട്ടിന്റെ ഭാഗത്ത് കിടക്കുന്ന സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പാതിരാത്രിയുടെ പഴുതിൽ ജിബ്രീൽ വന്നിട്ട് വിളിക്കുന്നു, യാ റസൂലല്ലാഹ് ഖദ് കതബ അലൈക്കൽ ഇസ്റാ വൽ മിഅറാജ്.
മിഅ്റാജ്. നബിയേ, തങ്ങൾക്ക് വേണ്ടി ഇസ്രാഉം മിഅ്റാജ് എന്ന 2 ഒഫീഷ്യൽ വിസിറ്റിങ്ങുകളുണ്ട്, അതിൽ പങ്കെടുക്കണം നബിയേ എന്ന് വന്ന് ജിബ്രീൽ പറയുമ്പോൾ അത് ജിബ്രീലാണെന്നറിയാൻ സാധാരണ സ്വഭാവം പോരാ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിന്റെ കൂടെ ഇരിക്കുന്ന ദിവസം ഒരു ദിവസം ജിബ്രീൽ സാധാരണക്കാരനെ പോലെ മുമ്പിൽ വന്നിരുന്നു. അപ്പോഴാണ് ഇത് തലാലൈന റജുലുൻ ശദീദു ബയാദി സിയാബി വശദീദു സവാദി ശൈരി ഫലാ യുറാ അലൈഹി അസറു സഫരി ഫലാ യഅരിഫു മിന്നാ അഹദുൻ. ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നു, അയാളുടെ വസ്ത്രമോ യാതൊരു തുളിവും സംഭവിച്ചിട്ടില്ല, നല്ല വെള്ള വസ്ത്രം ധരിച്ച ഒരാൾ കടന്നു വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് സ്വഹാബത്തിന്റെ അടുക്കലേക്ക് ജിബ്രീൽ വന്നപ്പോ നല്ല വെള്ള വസ്ത്രം ധരിച്ചു വന്നു. മുടിയിൽ നിന്നാണെങ്കിൽ വെള്ളം വിട്ടു വീഴുന്നത് പോലെ. അപ്പൊ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അദ്ദേഹം വിദേശിയല്ല, കാരണം ഫലാ യുറാ അലൈഹി അസറു സഫരി, യാത്രയുടെ അടയാളമൊന്നുമില്ല. ഫലാ യഅരിഫു മിന്നാ അഹദുൻ, ഞങ്ങൾക്ക് ആർക്കും അയാളെ അറിയില്ല. അപ്പൊ അയാൾ സ്വദേശിയല്ല, സ്വദേശിയുമല്ല വിദേശിയുമല്ലാത്ത ഒരാൾ ഞങ്ങളുടെ മുമ്പിലേക്ക് വന്നു. അവസാനം ഞങ്ങളോട് റസൂലുള്ളാഹി ചോദിച്ചു, അറിയുമോ ഇതാരാണ്? അല്ലാഹുവിന്റെ ഹബീബിനോട് ഞങ്ങൾ മറുപടി പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, ആരാണെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ പറഞ്ഞു, അതാക്കും ജിബ്രീൽ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം സാധാരണ മനുഷ്യന്റെ രൂപത്തിൽ വന്നാലും അത് ജിബ്രീലാണെന്നറിയണമെങ്കിൽ സാധാരണ മനുഷ്യർക്ക് കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് മനുഷ്യന്മാരുടെ ശൈലിയുണ്ട്, ഒപ്പം മലക്കുകളുടെ ശൈലിയുമുണ്ട്. അതുകൊണ്ടാണ് ജിബ്രീലിനെ കാണുന്നു. ജിബ്രീൽ വിളിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം ബുറാഖിന്റെ പുറത്ത് കയറി പോകാൻ പറയുമ്പോ സാധാരണ മനുഷ്യർക്ക് കയറാൻ കഴിയാത്ത മലക്കൂട്ടിയായ വാഹനത്തിന്റെ മുകളിൽ മലക്കുകളുടെ കൂടെ നേതാവായ സയ്യിദുനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ബുറാഖിന്റെ മുകളിൽ കയറിയപ്പോഴോ വഅതാഉ ജിബ്രീലുൽ അമീനു ഖദീമാ, ഖാദിമായി ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് മലക്കിന്റെ കൂടെ യാത്ര ചെയ്ത് ബൈത്തുൽ മുഖദ്ദസിലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, ഇതുവരെ നിങ്ങൾ ഞാനാകുന്ന മലക്കിന്റെ കൂടെയാണ് യാത്ര ചെയ്തത്, ഇനി മലക്കിന്റെ കൂടെ യാത്ര ചെയ്താ പോരാ, മലക്കിന് പോലെ യാത്ര ചെയ്യണം നബിയേ, മലക്കിനെ പോലെ യാത്ര ചെയ്യണം നബിയേ. കാരണം എന്താ? വേഗത കുറയ്ക്കാനാണ് വാഹനം ഉപയോഗിച്ചത്, ദൂരം കൂടുതൽ ഇനിയാണ്, അതുകൊണ്ട് വാഹനം വേണ്ട. മക്ക മുതൽ ബൈത്തുൽ മുഖദ്ദസ് വരെ ദൂരം കുറവാണ്. ബൈത്തുൽ മുഖദ്ദസ് മുതൽ അവിടുന്ന് ബൈത്തുൽ മഅമൂർ വരെ അല്ലെങ്കിൽ സിദ്റത്തുൽ മുൻതഹ വരെയാണ് ദൂരം കൂടുതൽ. ദൂരം കൂടുതലുള്ള സ്ഥലത്ത് വാഹനം വേണ്ട, ദൂരം കുറച്ചുള്ള സ്ഥലത്ത് വാഹനം മതി. അത് വിശദീകരിക്കാൻ ഇപ്പോൾ അവസരമില്ല. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നബിയെ, എന്നെ പോലെ സഞ്ചരിക്കണം. അങ്ങനെ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെ 7 ആകാശങ്ങളും അവിടുന്ന് കടന്നു പോകുമ്പോ ഇത് ജാഇലാ കുല്ലി സമാഇ തഫഫുഫാ റസൂലുൻ വഅംലാകുൻ വറഅൽ മുസ്തഫാ കുല്ലു യുറഹിബു അല്ലാഹി കവബസീമാ صلوا عليه وسلموا تسليما. ആകാശത്തിന്റെ ഓരോ തട്ടുകൾ കടന്നു പോകുമ്പോ മുൻകാലത്തുള്ള പ്രവാചകന്മാര് സ്വാഗതം ചെയ്തു, അതുപോലെ തന്നെ മലക്കുകൾ സ്വാഗതം ചെയ്തു. എല്ലാവർക്കും ഇമാമായി നിസ്കരിച്ച റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകമായൊരു പോസ്റ്റിലെത്തിയപ്പോ, പ്രകാശ സാഗരത്തിന്റെ അടുക്കലെത്തിയപ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ, നിങ്ങൾ എന്റെ കൂടെ കൂടാൻ നേരം ജിബ്രീലിനെ സിദ്ദീഖിനെ കൊണ്ടുവന്നിട്ടില്ല. കാരണം സിദ്ദീഖ് മനുഷ്യനാണ്, അതുകൊണ്ട് മനുഷ്യനെ വിട്ടിട്ട് മലക്കായ എന്റെ കൂടെ വന്നു. എന്നാൽ ഇനി എനിക്കും വരാൻ പറ്റുന്ന പോസ്റ്റല്ല.
നിങ്ങളും അല്ലാഹുവും മാത്രം ബന്ധപ്പെടുന്ന റഹ്മാനിയായ പോസ്റ്റാണ്. അതിൽ ഒരാൾക്കും പ്രവേശനമില്ല. حتى لبحر النور جبريل وقف دعني تقدم يا حبيبي لا تخف أبشر تنادي ربك القيوم صلوا عليه وسلموا تسليما. കാരണം അറ്റ്മോസ്ഫിയറും ലാറ്റോസ്ഫിയറും മാത്രം പരിചയമുള്ള ആളുകളാണ് മനുഷ്യന്മാർ. അതുകൊണ്ട് ഇവിടുന്ന് യൂണിവേഴ്സിന്റെ ഒരു പ്രത്യേക പരിധിയിലേ അവർക്ക് വരാൻ പറ്റൂ. പക്ഷേ അവിടുന്ന് അങ്ങുള്ള ഹൈ ഡെൻസിറ്റി ഗ്യാസ് ഉള്ള സ്ഥലത്തേക്ക് പോകുമ്പോ അവിടെയുള്ള മലക്കുകളെ കൂട്ടി വരുന്നു. അതിന്റെയും അപ്പുറത്തേക്ക് പോകുമ്പോ കൂട്ടുകൂടാൻ പറ്റുന്ന ആരുമില്ല. അങ്ങനെ എത്തിയപ്പോഴോ സുമ്മദനാ ഫതദല്ലാ فكان قاب قوسين أو أدنى أوحى إلى عبده ما أوحى وما كذب الفؤاد ما رأى عند سدرة المنتهى. അല്ലാഹുമായി സംഭാഷണം നടത്തിയപ്പോ ജിബ്രീലിന് കൂടെ നിൽക്കാൻ യോഗ്യതയില്ല. ജിബ്രീലിന്റെ കൂടെ യാത്ര ചെയ്തപ്പോ സിദ്ദീഖിന് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വ്യക്തിത്വത്തെ ഈ 3 ഭാഗവും ഉൾക്കൊണ്ടാലേ ഒരാളുടെ ഈമാൻ പൂർണ്ണമാവുകയുള്ളൂ. നബി തങ്ങളുടെ നേതാവാണെന്ന് പറയാൻ ഒരു മുസ്ലിമിന്റെ ആവശ്യമില്ല. കാരണം മുസ്ലിമല്ലാത്ത ബർണാഷ പറഞ്ഞു, മുസ്ലിമല്ലാത്ത മഹാത്മാഗാന്ധി പറഞ്ഞു, മുസ്ലിമല്ലാത്ത ജവഹർലാൽ നെഹ്റു പറഞ്ഞു, മുസ്ലിമല്ലാത്ത റോയ് പറഞ്ഞു, മുസ്ലിമല്ലാത്ത ഫിലിപ്പ് കെ ഹിറ്റി പറഞ്ഞു, മുസ്ലിമല്ലാത്ത വില്യം മോർ പറഞ്ഞു, മുസ്ലിമല്ലാത്ത വില്യം വേഴ്സ്വർത്ത് പറഞ്ഞു, മുസ്ലിമല്ലാത്ത മുഴുവൻ ചിന്തകന്മാരും റസൂലുള്ള നേതാവാണെന്ന് പറഞ്ഞു. അതുകൊണ്ട് റസൂലുള്ള നേതാവാണെന്ന് പറയാൻ ഒരു മുസ്ലിമിന്റെ ആവശ്യമില്ല. റസൂലുള്ളയാണെന്ന് പറയാനാണ് മുസ്ലിമീങ്ങൾ വളരേണ്ടത്. റസൂലുള്ളയാണെന്ന് പറയണോ? അങ്ങനെയാണെങ്കിൽ റസൂലുള്ള സാധാരണ മനുഷ്യനല്ല, മലക്കിനെ കാണുന്ന മനുഷ്യനാണ്. അല്ലാഹുമായി സംഭാഷണം നടത്തിയ മനുഷ്യനാണ്. മലക്കിനെ കണ്ട മനുഷ്യൻ സാധാരണ മനുഷ്യനല്ല. ബഹുമാനപ്പെട്ട സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈമാൻ നമ്മുടെ ഖൽബിലുണ്ടാകണം സഹോദര. അതുകൊണ്ട് റസൂലുള്ള നേതാവാണ് എഴുതിയത് കൊണ്ട് മുസ്ലിമല്ല. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് വിശ്വസിക്കുക തന്നെ വേണം. റസൂലുള്ളയാകണോ? അല്ലാഹുവിന്റെയും ജനങ്ങളുടെയും ഇടയിലുള്ള മീഡിയേറ്റർ ആകണം. അല്ലാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മീഡിയേറ്റർ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞാൽ അത് ഈമാൻ കാമിലല്ല. സഹോദരന്മാരെ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്നു എന്ന് മാത്രമല്ല, അല്ലാഹു ഏകനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പറയുന്നു എന്നല്ല. റസൂലുള്ളയാണെന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ പോരാ. അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, റസൂലുള്ള അല്ലാഹുവിന്റെ ദൂതനാണെന്ന് സാക്ഷ്യം വഹിക്കുന്നു. സാക്ഷ്യം വഹിക്കണമെങ്കിലോ ഖൽബ് കൊണ്ട് അടിയുറച്ച വിശ്വാസം വേണം സഹോദര. അല്ലാതെ പ്ലാസ്റ്റിക് പറച്ചിൽ പോരാ. ചില പെൺകുട്ടികളുടെ സ്നേഹം പോലെ കാണുമ്പോ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മാറി അടുത്തവനോടും ലവ് യു എന്ന് പറയുന്ന സ്നേഹം പോലെ പ്ലാസ്റ്റിക് ലവ് പോലെയുള്ള പ്രഖ്യാപനം പോരാ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ റസൂലുള്ളയാണെന്ന് പ്രഖ്യാപിക്കാൻ ഈ ലോകത്തുള്ള മുസ്ലിമീങ്ങൾ തയ്യാറാകണം. എന്നാലേ നമ്മുടെ ഈമാൻ കാമിലാവൂ. അല്ലാതെ റസൂലുള്ള നേതാവാണെന്ന് പറഞ്ഞതുകൊണ്ട് ഈമാൻ കാമിലല്ല. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അറിയുകയും അവൻ നമ്മളെ കാണുന്നു എന്ന വിശ്വാസത്തിൽ ആരാധിക്കുകയും ചെയ്താലല്ലാതെ നമ്മുടെ ഈമാൻ കാമിലല്ല സഹോദരീ. ശഹിദ്തു ബി അന്ന വഅദല്ലാഹി ഹഖ്ഖാ. അല്ലാഹ്
അള്ളാഹുവിന്റെ പ്രഖ്യാപനവും അവന്റെ വാഗ്ദാനവും ഒക്കെ പുലരുമെന്ന് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ഇന്നാണെങ്കിലോ ഞാൻ ഇത്രയും പറയാൻ കാരണം ഇന്ന് മുസ്ലിമീങ്ങളുടെ ട്രെൻഡ് മുഴുവനും മാറിപ്പോയി. പണ്ടൊക്കെ മുസ്ലിമീങ്ങൾക്ക് പള്ളിയോടും ഇസ്ലാമിനോടും പള്ളി മദ്രസയോടും ഒക്കെ ആദരവുണ്ടായിരുന്നു. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് വിദ്യാഭ്യാസം കൂടിപ്പോയ തകരാറാണ്, മുമ്പ് കുറഞ്ഞുപോയ തകരാറാണെന്ന് നമ്മൾ പറഞ്ഞു. കുറഞ്ഞുപോയതിന്റെ പേരിൽ നമ്മൾ പൊതുധാരയിൽ വന്നില്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോ ഭൗതിക വിദ്യാഭ്യാസം കൂടിപ്പോയപ്പോ മക്കളെ മദ്രസയെ വിടാത്ത ഉമ്മമാരുണ്ട്, മാറ് മറക്കാത്ത ഉമ്മമാരുണ്ട്, തല മറക്കാത്ത ഉമ്മമാരുണ്ട്, പോസ്റ്റ് മോഡേണിസത്തിന്റെ മുമ്പിൽ തപസ്സിരിക്കുന്ന ഉമ്മമാരുണ്ട്, കമ്പ്യൂട്ടറിന്റെ സ്ക്രീനിൽ തോന്നിവാസം കാണുന്ന ഉമ്മമാരുണ്ട്, പെങ്ങന്മാരുണ്ട്, സഹോദരന്മാരുണ്ട്. സഹോദരാ, ഈ ലോകം ഈമാനുള്ളവർക്ക് തഖ്വയുള്ളവർക്ക് മാത്രം ജീവിക്കാൻ കഴിയുന്ന ലോകമാണ്. കേരളത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയില്ല. കാരണം ഒരാൾ കള്ളു കുടിക്കണമെന്ന് വിചാരിച്ചു, കള്ളിന്റെ കട അടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അയാൾ കുടിക്കൂല, അതിന്റെ പേരിൽ അയാൾ നല്ല നിലയ്ക്ക് ജീവിക്കും. പെണ്ണ് പിടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ചാൻസ് ഇല്ല എന്ന് വന്നാൽ അയാൾ ആ തെറ്റ് ചെയ്യണമെന്നില്ല. എന്നാൽ ഇന്ന് ലോകത്തിന്റെ ഗതി മാറിപ്പോയി. ഞാനൊരു മുസ്ലിയാരാണ്, എനിക്ക് സിനിമ കാണണ്ടാന്ന് വിചാരിച്ചാലോ കാണണോന്ന് വിചാരിച്ചാലോ മുസ്ലിയാര് സിനിമ കണ്ടാ മോശമല്ലേ എന്ന നിലയ്ക്ക് ഞാൻ കാണാതിരിക്കും. പക്ഷേ ഇന്ന് അങ്ങനത്തെ പ്രശ്നമില്ല. എന്റെ മേശപ്പുറത്ത് കമ്പ്യൂട്ടർ ഉണ്ട്, വേണമെങ്കിൽ സിനിമ കാണാം. ജനങ്ങളുടെ മുമ്പിൽ ഞാൻ വലിയ മുസ്ലിയാര് തന്നെ. അതുപോലെ പെണ്ണ് പിടിക്കണമെന്ന് ആഗ്രഹമുള്ളവനോ കാണുന്നിടത്തൊക്കെ പെണ്ണാണ് തോന്നിവാസത്തിന്. നമ്മുടെ രാജ്യത്ത് വ്യാപകമല്ലെങ്കിലും പണ്ട് ഡൽഹിയിലൂടെ എന്റെ ഒരു സുഹൃത്ത് നടന്നു പോകുമ്പോ ഒരു പെൺകുട്ടി വിളിച്ചു, മൗലാന അയ്യേ, മൗലാന അയ്യേ, മൗലാന അയ്യേ. അപ്പൊ നമ്മളെ കൂട്ടുകാരൻ വിചാരിച്ചത് എന്തോ വെള്ളം മന്ത്രിപ്പിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. അടുത്ത് ചെന്നപ്പോഴാണ് തലയണ മന്ത്രത്തിന് വിളിച്ചതാണ്. എന്നാൽ സഹോദരന്മാരെ, ഇതുപോലെ ചുവന്ന തെരുവുകൾ നമ്മുടെ നാടുകളിൽ വികസിച്ചു വരുന്നു, ഇസ്ലാമിക രാജ്യങ്ങളിലുണ്ട്. ഈ കഴിഞ്ഞ റമദാൻ മാസത്തിലും എന്റെ സുഹൃത്തായ ഒരു മുസ്ലിയാര് നടന്നുപോയി സ്ഥാപനത്തിന്റെ മദ്രസയ്ക്ക് വേണ്ടി പിരിക്കാൻ പോയപ്പോ വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരു പെണ്ണിൽ നിന്ന് വിളിച്ചു പറയുന്നു, 3 മണിക്കൂറിന് $50, $50, 2 മണിക്കൂറിന് $30, 1 മണിക്കൂറിന് $20. അപ്പൊ മുസ്ലിയാർക്കൊന്നും മനസ്സിലായില്ല. ഫോർ ആൻ അവർ $20 എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ അല്പമേ മൂപ്പർക്ക് മനസ്സിലായുള്ളൂ. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ അത് ചുവന്ന കരിവാണ്. അതുപോലെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ നിനക്ക് ബിയർ കിട്ടും, അല്ലെങ്കിൽ കൊക്കക്കോളോയുടെ ബോട്ടലിൽ തന്നെ നിനക്ക് ബിയർ കിട്ടും. അപ്പൊ ബിയറിന്റെ പുറത്തും ചിലപ്പോൾ ഹലാലെന്ന സ്റ്റിക്കർ കാണും. ഈമാനോടെ ജീവിക്കണോ? തഖ്വ ഖൽബിലില്ലാത്തവർക്ക് ഈ ലോകത്ത് ഈമാനോടെ ജീവിക്കാൻ കഴിയില്ല. സംഘത്തിന്റെ സമ്പത്ത് എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോ അത് തുണസിക്ക് കൊടുത്തതാണ് റബ്ബേ എന്ന് പറഞ്ഞാൽ റബ്ബിന്റെ മുമ്പിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയൂല സഹോദര. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾക്ക് കൊടുത്തതാണ്, വേറെ ഏതെങ്കിലും കർണാനന്തരകരമായ സാധനങ്ങൾക്ക് കൊടുത്തതാണെന്ന് പറഞ്ഞാൽ റബ്ബിന്റെ അടുക്കൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരന്മാരെ, ഓരോ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നതിന്റെ തലേ ദിവസമോ അതിന്റെ തലേ ദിവസമോ ജന്നത്തുൽ ബഖീ എന്ന് പറയുന്ന മദീനത്തെ ഖബർസ്ഥാനിലേക്ക് പോയി പൊട്ടിക്കറിഞ്ഞു. എന്നിട്ട് റസൂൽ വിളിച്ചു, അഹ്ലൽ ബഖീ, യാ അഹ്ലൽ ബഖീ, യാ അഹ്ലൽ ബഖീ, യാ അഹ്ലൽ ബഖീഉൽ വർഖദ്, ബഖീഉൽ വർഖദ് എന്ന ഖബർസ്ഥാനിൽ കിടക്കുന്ന ഖബറാളികളെ, ഫിത്ന ഇങ്ങനെ കൂടിക്കരുന്നു കൂട്ടുകാരെ. ഫിത്ന ഇങ്ങനെ രാത്രി പോലെ, കാളരാത്രികളെ പോലെ ഫിത്ന കൂടിക്കൂടി വരികയാണ്. ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ, ഞാനിതാ നിങ്ങളുടെ കൂടെ വരാൻ പോവുകയാണ് എന്ന് നബിതങ്ങൾ സലാം പറഞ്ഞതിന്റെ പിറ്റേന്നാണ് വഫാത്തായതെന്ന് പറയുമ്പോ ഇന്നും സഹോദര നിമിഷം തോന്നിവാസങ്ങൾ അധികരിച്ചു വരികയാണ്. അതുകൊണ്ട് നീ നിന്റെ ഖൽബ് അല്ലാഹുവിന് കൊടുത്തോ, അല്ലെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. പണ്ട്
പണ്ടെന്നോ പറഞ്ഞതുപോലെ ജീവിതത്തിൽ പ്രായപൂർത്തിയായതിനു ശേഷം ഇതുവരെയും ഒരു സുബഹി ഖളാ ആകാത്തവരുണ്ടോ എന്ന് ചോദിക്കുമ്പോ നമ്മളെല്ലാം പ്രതിക്കൂട്ടിൽ കയറും. മോനെ, വികാരപരമായി ഒരു അന്യ പെണ്ണിനെ നോക്കാത്ത ചെറുപ്പക്കാർ ഈ കൂട്ടത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ നിനക്ക് മറുപടിയുണ്ടോ? മോളെ, എന്റെ സഹോദരി, വികാരപരമായി ഒരു അന്യ പുരുഷനെ നോക്കാത്തവരുണ്ടോ എന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ ചോദിച്ചാൽ നമ്മളൊക്കെ പ്രതിക്കൂട്ടിലല്ലേ? അതുകൊണ്ട് ലോകം പുരോഗമിക്കുമ്പോ അതിന്റെ കൂടെ നിങ്ങൾ പിടിച്ചിട്ട് കാര്യമില്ല. ഈമാനാകുന്ന തഖ്വയാകുന്ന അടിസ്ഥാനത്തെ വിട്ടുകളഞ്ഞിട്ട് നിന്റെ ഒരു മോഡേണിസത്തിനും വിലയില്ല. വിനീതനായ വിദ്യാർത്ഥി ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണെന്ന് നിങ്ങൾ പറയരുത്. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് 2 യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG എടുത്ത വിദ്യാർത്ഥിയാണ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജേർണലിസത്തിൽ ഡിപ്ലോമ കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്. ഇന്നും ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിയാണ്. റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന അന്വേഷകനാണ്. നിങ്ങൾ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണെന്ന് പറയരുത്. പക്ഷേ പല പരീക്ഷയ്ക്കും ക്യാമ്പസുകളിലേക്ക് ചെല്ലുമ്പോ പർദ്ദയിട്ട തരുണീമണികൾ അന്യമതക്കാരന്റെ കൈപിടിച്ച് ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പോ നമ്മുടെ കൽബ് പൊട്ടിപ്പോകുന്നു. നമുക്ക് ഈ തലപ്പാവുള്ളതിന്റെ പേരിൽ ആരും നമ്മളെ ശല്യപ്പെടുത്തൂല. ഒരു പെണ്ണ് നമുക്ക് മുസാഫത്ത് ചെയ്യാൻ വരൂല. ഇത് അള്ളാഹു തന്ന കാവലിന്റെ അടയാളമാണ്. അതുകൊണ്ട് ഒറ്റ പെണ്ണിന് നമ്മളെ വേണ്ട, നമ്മൾ ഔട്ട് ഓഫ് ഫാഷനാണ്. അൽഹംദുലില്ലാഹ്. അതേ സമയത്തോ ഈ തൊപ്പി ധരിക്കാതെ പോയാൽ നമ്മളുടെ ഷെയ്ക്കാൻഡിന് വന്നേക്കാം. അന്യമതക്കാരന്റെ കയ്യിൽ പിടിച്ചു കുലുക്കിയിട്ട് പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നടാ എന്ന് ചോദിക്കുമ്പോ വിനീതനായ വിദ്യാർത്ഥി, ഒരു പ്രബോധന മനസ്സുള്ള വിദ്യാർത്ഥിയായതുകൊണ്ട് കൽബ് പൊട്ടിപ്പോയി, വേദനിച്ചു പോയി. കാരണം നമ്മുടെ സമുദായത്തിലെ ഒരു പെൺകുട്ടിയാണല്ലോ, നമ്മുടെ ഒരു പെങ്ങളാണല്ലോ ഒരു അന്യമതക്കാരന്റെ കയ്യിൽ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പരീക്ഷ അടിപൊളിയായിടാന്ന് പറയുന്നത്. മോളെ, നിന്റെ ആഖിറം തല്ലിപ്പൊളിയായിടി എന്നവരെ മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത് ജീവിച്ചോളണം. എന്റെ നഫ്സിനോടുള്ള ഉപദേശമാണ്. കാരണം നമ്മളാരും ഒന്നും ചെയ്തിട്ടില്ല, ഒരു അമലും ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ ജീവിതം ക്ലിയർ ആകണം സഹോദരാ. ഞാനത് പറയാൻ അവകാശിയല്ലെങ്കിലും നിങ്ങളത് ഉൾക്കൊള്ളണേ സഹോദരന്മാരെ. കാരണം അല്ലാഹുവിനെ ഓർത്ത് ജീവിച്ചാലല്ലാതെ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. കൂടി വന്നാൽ ഇവിടെ എത്ര കൊല്ലം ജീവിക്കാനാണ്? വിനീതനായി വിദ്യാർത്ഥി ഇപ്പൊ അങ്ങ് മരിച്ചുപോയാലും ആരോടെങ്കിലും വല്ല കരാറും തീർക്കാമെന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? 50 കൊല്ലം ജീവിക്കാമെന്ന് ആർക്കും ഞാൻ എഴുതി കൊടുത്തിട്ടില്ലല്ലോ. അപ്പൊ കുറെ കാലം ജീവിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ജീവിക്കുന്ന കാലം അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കാൻ കഴിയണം. അതാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹാ 26ാമത്തെ വയസ്സിൽ വഫാത്താകുമ്പോൾ അഹ്മദ് സഈദ് അബൂ ഖുദ്ദ അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്നു, ഈ ദുനിയാവിനൊരു വിലയില്ലെന്നതിന്റെ അടയാളമാണ് ഫാത്തിമ ബീവി 26ാമത്തെ വയസ്സിൽ വഫാത്തായത്. കാരണം റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മോളാണ്. ആ മോളെ മര്യാദക്ക് തർബിയത്ത് ചെയ്ത റസൂലുള്ളയാണ്. അങ്ങനെയാണ് ഒരിക്കൽ വന്ന് മോളിങ്ങനെ കയറി വരുമ്പോഴോ ആയിഷ ബീവി പറയുകയാണ്, റസൂലുള്ളാഹിനോട് ഏറ്റവും സാദൃശ്യമുള്ള നടത്തം ഫാത്തിമാന്റെ നടത്തമാണ്, ഫാത്തിമാന്റെ ഇരുത്തമാണ്, ഫാത്തിമാന്റെ കിടത്തമാണ്, ഫാത്തിമയുടെ ശൈലിയൊക്കെ റസൂലുള്ളാഹിനോട് ഏറ്റവും വലിയ സിമിലാരിറ്റി ഉള്ളതാണ്. അപ്പൊ ഫാത്തിമ വരുമ്പോ ഞങ്ങൾക്ക് റസൂലുള്ളാഹിന്റെ നടത്തിങ്ങനെ ഓർമ്മ വരും. ശരിക്കും പറയട്ടെ, ഒരിക്കൽ ഫാത്തിമ ഇങ്ങോട്ട് കടന്നു വന്നപ്പോഴോ വാപ്പാന്റെ ശൈലി പെട്ടെന്ന് ഇരിക്കുന്ന സ്ഥലത്ത് എഴുന്നേക്കും, മോക്ക് പിടിച്ചൊരു ചുംബനം കൊടുത്തിട്ട് ഇരുന്ന സ്ഥലത്തിരുത്തും. അത് മോളോടുള്ള സ്നേഹമാണ്. അങ്ങനെ ഒരിക്കൽ മകളെ ചുംബിച്ചപ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് കഴുത്തിൽ കിടക്കുന്ന മാലയിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഫാത്തിമാനെ എനിക്ക് തോന്നി, റസൂലുള്ളാഹിക്ക് എന്റെ മാല ഇഷ്ടപ്പെട്ടില്ലേ? വീണ്ടും വീണ്ടും നോക്കുന്നു. എന്നിട്ട് ചോദിച്ചു, മോളെ, നിനക്ക് ഈ മാലയും വേണോ? ഹലാലായ സ്വത്താണ്, രണ്ടാമത്തെ മാലയല്ല, ഒരൊറ്റ മാലയേ ഉള്ളൂ. അതങ്ങിട്ടപ്പോ റസൂലുള്ള ഇങ്ങനെ നോക്കുന്നത് കണ്ട് ഞാൻ വിചാരിച്ചെന്തായിരിക്കും. അപ്പൊ റസൂലുള്ള എന്നോട് ചോദിച്ചു, മോക്ക് ഈ മാലയും വേണോ? ഫാത്തിമ ബീവി പറയുന്നു, ഞാൻ വീട്ടിൽ പോയിരുന്ന് കരഞ്ഞുപോയി. കാരണം ഞാനിത് ദുനിയാവിൽ നിന്ന് എടുത്തുപോയല്ലോ. ഉടനെ അത് ഊരിയെടുത്തിട്ട്
ഇനി ഞാൻ ഇതെന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് റസൂലുള്ളാഹിക്ക് സന്തോഷമുള്ള ഒരു കാര്യം ചെയ്യണമല്ലോ. അത് വിറ്റിട്ട് അതിന്റെ കൂലി കൊണ്ട് ഒരടിമയെ മോചിപ്പിച്ച് റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, എന്റെ പുന്നാര ഉപ്പാ. തങ്ങളിങ്ങനെ വല്ലാതെ നോക്കി ഇതും വേണോ എന്ന് ചോദിച്ചപ്പോ എനിക്കതെന്തിനാണ്, അതുകൊണ്ട് എനിക്കൊന്നും കിട്ടാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഊരിയെടുത്തിട്ട് ഞാനതങ്ങ് അടിമയെ മോചിപ്പിച്ചു നബിയേ. അപ്പൊ റസൂലുള്ള പറഞ്ഞ മറുപടി കേൾക്കണോ? ഫാത്തിമത്തു ബിദ്അത്തും മിന്നീ, ഫാത്തിമ എന്റെ അംശമാണ്. ആരെങ്കിലും ഫാത്തിമയോട് ദേഷ്യം വെച്ചാൽ അതെന്നോട് ദേഷ്യം വെച്ചതിന് തുല്യമാണ്. ആരെങ്കിലും ഫാത്തിമാക്ക് താല്പര്യം വെച്ചാൽ അവർ എന്നോട് താല്പര്യം വെച്ചവരാണ് എന്ന് പഠിപ്പിച്ച സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ദുനിയാവ് നമുക്ക് വേണം, പക്ഷേ ദുനിയാവ് ഖൽബിൽ പിടിക്കാൻ പാടില്ല. അത് രണ്ട് അതൊക്കെ പറഞ്ഞു തരാൻ ഈ സദസ്സിൽ എനിക്ക് സമയം അനുവദിക്കുന്നില്ല. ദുനിയാവ് എത്രയുണ്ടായാലും ഇമാമിങ്ങളുടെ ഖൽബിൽ അത് പിടിച്ചിരുന്നില്ല. എന്നുവെച്ചാൽ ദുനിയാവ് മനസ്സിൽ കയറാൻ പാടില്ല. ഉണ്ടായിക്കോട്ടെ, ഹലാലായുള്ളത് നിങ്ങൾ നശിപ്പിക്കണം എന്നല്ല. അതിനുവേണ്ടി നിങ്ങളുടെ ജീവിതം മാറ്റിവെച്ച് ഇബാദത്ത് മുടങ്ങാൻ പാടില്ല. അതിനുവേണ്ടി നിങ്ങളുടെ ഒരു ദീനിയായ പ്രവർത്തനങ്ങളും മുടങ്ങാൻ പാടില്ല. ഞാൻ വലിയ മോലാളിയാണ്, ഞാൻ അവിടെ പോയി ഇങ്ങനെ മഞ്ഞൊക്കെ കൊണ്ട് കസേരയിലിരിക്കുകയോ? എടാ, നിന്റെ ഖൽബിൽ നിന്റെ ദുനിയാവ് പിടിച്ചുപോയി. നിന്റെ ഖൽബിൽ നിന്റെ ദുനിയാവ് പിടിച്ചുപോയതിന്റെ അടയാളമാണ്. മാലിക് ഇമാം തങ്ങൾ വലിയ മുതലാളിയായിരുന്നു, പക്ഷേ ഖൽബിൽ മുതലൊന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മദീനത്തുകൾ നടക്കുമ്പോ ചെരുപ്പിടുന്നില്ല. കാരണം എന്തെന്നറിയുമോ? ഇതെന്റെ തിരുദൂതര് നടന്ന സ്ഥലം, കിടന്ന സ്ഥലം, വിശ്രമിച്ച സ്ഥലം. മാത്രമല്ല, ഞാൻ ചെരുപ്പിട്ടിട്ട് കാര്യങ്ങൾ വെക്കുമ്പോ നബിതങ്ങൾ കിടക്കുന്ന നിരപ്പിനേക്കാൾ ഉയരുമല്ലോ എന്ന് പേടിച്ച സയ്യിദുനാ ഇമാമുൽ മദീന മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് ദുനിയാവ് ഖൽബിൽ പിടിച്ചാൽ നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ടു പോയി സഹോദര. അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന കാലം ജീവിക്കാനും അവസാന കലിമ ചൊല്ലി മരിക്കാനും നമുക്ക് കഴിയണം. അപ്പൊ റസൂലുള്ളാഹിനോടുള്ള വീക്ഷണം നമുക്ക് നന്നാകണം. ഇസ്ലാമിക സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ലോകം മുഴുവനും മുസ്ലിമീങ്ങൾക്കൊരു സ്റ്റൈൽ വേണമെന്ന് റസൂലുള്ളാഹി ആഗ്രഹിച്ചു. പക്ഷേ നമ്മളാകുന്ന മുസ്ലിമീങ്ങൾ അത് തകർത്ത് കളഞ്ഞു. നമുക്ക് അറബി പഠിക്കാൻ നേരമില്ല, പക്ഷെ ഇംഗ്ലീഷ് പഠിക്കാനോ നേരം എടുത്ത് വരുമ്പോ നമ്മുടെ മക്കളെ പറഞ്ഞു വിടും. എവിടേക്കാണ് മോളെ പോകുന്നത്? LKG ലോവർ കിൻഡർ ഗാർട്ടനിലേക്കാണ് മോളെ പറഞ്ഞു വിട്ടത്. എന്നാൽ നിന്റെ പൊന്നുമോക്ക് അരിപ്പ് പഠിപ്പിച്ചു കൊടുത്തോ, അല്ലാഹുവിന്റെ ദീന് പഠിപ്പിച്ചു കൊടുത്തോ എന്നുള്ള ചിന്ത നിനക്കില്ലെങ്കിൽ നാളെ ആഖിറത്തിൽ നിന്റെ നെഞ്ചത്ത് കയറി നിന്റെ മക്കള് നൃത്തം ചെയ്യുമെന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാം. അല്ലാഹുവിന്റെ ദീനിനെ മറന്നിട്ട് മുസ്ലിമീങ്ങളോ ഇന്നവർക്ക് ഇംഗ്ലീഷ് സംസ്കാരം മതി. ഈ വിനീതനായ വിദ്യാർത്ഥി ആവർത്തിച്ച് പറയുമ്പോൾ നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. കാരണം ഒരുപാട് മുസ്ലിം ഫാമിലികളിൽ വലിയ സാമ്പത്തികമായി ഉയർന്നിട്ടുണ്ട്. പക്ഷേ മക്കളെ നമ്മൾ വിളിച്ചിട്ട് പള്ളിയിൽ കൊണ്ടുപോകും. ഉസ്താദേ, ഞാൻ ഇതുവരെ സ്കരിച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരണം. ഈ നിസ്കാരത്തിന്റെ പേരെന്താണെന്ന് പോലും അറിയാത്ത 25 26 വയസ്സ് പ്രായമുള്ള ചെറുപ്പക്കാർ പലപ്പോഴും കണ്ടുമുട്ടാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരോട് പറയട്ടെ, ഭൗതികമായ വിദ്യാഭ്യാസം കൊള്ളാം, പക്ഷേ ഭൗതിക വിദ്യ വാഹനം കൊള്ളാമടോ. ആത്മീയ വിദ്യയാണതിന്റെ ബ്രേക്കടോ എന്ന് ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് മൗലവി നവ്വറല്ലാഹു മർക്കദഹു അവിടുന്ന് രേഖപ്പെടുത്തി വെച്ചു. തൃശൂർ ജില്ലയിലെ MBBS-കാരനായ ഒരു ഡോക്ടർ തന്റെ സ്വന്തം പിതാവിനെ കാറിടിച്ചു കൊണ്ടില്ലയോ? പത്രങ്ങളിൽ നിങ്ങൾ വായിച്ചില്ലേ? അയാൾക്ക് MBBS എന്ന ഭൗതിക ബിരുദമുണ്ട്, പക്ഷേ ആത്മീയ ബോധമില്ല. തന്തയുടെ വില അറിഞ്ഞുകൂടാ. രക്തത്തിന്റെ ഗ്രൂപ്പ് അയാൾക്കറിയാം, പക്ഷേ വാപ്പാന്റെ മൂല്യം അയാൾക്ക് അറിഞ്ഞുകൂടാ. ഭൗതിക വിദ്യാഭ്യാസം അയാൾക്കുണ്ട്, പക്ഷേ ആത്മീയ വിദ്യാഭ്യാസം അയാൾക്കില്ലാത്തതിന്റെ പേരിൽ അങ്ങനെ ചെയ്തത് കുറഞ്ഞ മാസങ്ങളിലേ ആയിട്ടുള്ളൂ. നിങ്ങൾ പത്രത്തിൽ
അവതരണത്തിൽ വായിച്ചതല്ലേ? അതുപോലെ അള്ളാഹുവിനെ ഓർക്കുന്ന മക്കൾ സ്വാലിഹീങ്ങളായി വരണമെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം. ശരിക്കും ഞാൻ പറഞ്ഞു വരുന്നത്, മുസ്ലിമീങ്ങളാൽ അല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ ഇതാ സദ്യയുടെ തളികയിൽ നിന്ന് ഭക്ഷണം അടിച്ച് പറിച്ചെടുക്കുന്നത് പോലെ ഈ മുസ്ലിം സമുദായത്തെ ഛിന്നഭിന്നമാക്കി കളയുമെന്ന് 140 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഈ ദീന് തരാൻ വേണ്ടി റസൂലുള്ള എത്ര സഹിച്ചടോ. കാരണം അവിടുത്തെ പല്ല് പൊട്ടിപ്പോയി, അവിടുന്ന് യുദ്ധത്തിൽ ഏർപ്പെട്ടു, അവിടുത്തെ ശരീരത്തിന് മുറിവ് പറ്റി, എല്ലാം അവിടുന്ന് ഏറ്റെടുത്തത് എന്തിനാണെന്നറിയുമോ? സ്വന്തം ജീവിക്കാനല്ല. ഒറ്റ കാര്യം കൂടി പറഞ്ഞെന്റെ പ്രസംഗം അവസാനിപ്പിക്കാം. ഉമ്മമാര് ശ്രദ്ധിക്കണം, സഹോദരിമാര് ആലോചിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് ദീനിനു വേണ്ടി അനുഭവിച്ചത് എത്രയെന്നറിയുമോ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റയ്ക്ക് പോയി സയ്യിദുനാ റസൂലുള്ളാഹ്. അവസാനം അവിടുന്നോ അവിടുത്തെ പുന്നാര മോള് സൈനബ് അവിടുന്ന് വന്നിട്ടില്ല. സൈനബിനെ മക്കയിൽ നിന്ന് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. കാരണം എന്താണെന്നറിയുമോ? അബുൽ ആസ് ബിൻ റബീ എന്ന് പറയുന്ന അബ്ദ് ഇസ്ലാമിലേക്ക് വന്നിട്ടില്ലാത്ത ആളാണ് ഭർത്താവ്. അതുകൊണ്ട് പെട്ടെന്ന് സൈനബിനെ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് റസൂലുള്ള ഒരു മെസ്സേജ് കൊടുത്തു, അല്ലയോ അബുൽ ആസ് ബിൻ റബീ, നിങ്ങളുടെ ഭാര്യയും എന്റെ മകളുമായ സൈനബിനെ എത്രയും പെട്ടെന്ന് മദീനത്ത് എത്തിച്ചു തരണം. നിങ്ങൾ അവിടുന്ന് ഇസ്ലാമിലേക്ക് വരാത്തത് കൊണ്ട് കൂടി ജീവിക്കാൻ ഇനി അവകാശമില്ല. അതുകൊണ്ട് സൈനബിനെ വിട്ടുതരണേ എന്ന് ബദർ യുദ്ധം കഴിഞ്ഞിട്ടൊരു മെസ്സേജ് കൊടുക്കുന്നു. ഈ മെസ്സേജ് അങ്ങ് കൊടുക്കുമ്പോഴോ അബുൽ ആസ് ബിൻ റബീ സൈനബിനോട് പറഞ്ഞു, മോളെ, മതത്തിന്റെ പേരിൽ നമ്മൾ പിരിയാൻ പോവുകയാണ്, ഏതായാലും നമ്മുടെ പ്രേമം മരിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് മക്കത്ത് നിങ്ങൾ പൊട്ടിക്കരയുമ്പോ അബുൽ ആസ് ബിൻ റബീ നോക്കുമ്പോഴോ സൈനബിന്റെ പള്ളയ്ക്ക് അല്പം വലിപ്പം കൂടുതലുണ്ട് എന്ന് പറഞ്ഞാൽ അബുൽ ആസ് ബിൻ റബീന്റെ ഒരു കുട്ടി സൈനബിന്റെ പള്ളയിൽ വളരുന്നുണ്ട്. ഗർഭിണിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹാ അബുൽ ആസ് ബിൻ റബീ ഇങ്ങനെ യാത്ര പറയുമ്പോ പൊട്ടിക്കരഞ്ഞ് പ്രേമത്തിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ, പക്ഷേ പിരിയേണ്ടി വന്നപ്പോ പൊട്ടിക്കരഞ്ഞു. അബുൽ ആസ് ബിൻ റബീ പറഞ്ഞു, അല്ലയോ സൈനബ്, നിന്നെ കൊണ്ടുപോയി മദീനത്ത് വരെ എത്തിക്കാൻ പോയിട്ട് വഴിയിൽ കൊണ്ടുപോയി യാത്രയാക്കാൻ പോലും എന്റെ മനസ്സനുവദിക്കുന്നില്ല. എനിക്കെന്റെ കൽബ് കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് എന്റെ അനുജനെ കൂട്ടിവിട്ടു തരാം. നീ അങ്ങ് വഴിയിൽ ചെന്നിട്ട് സെയ്ദ് എന്ന സ്വഹാബിയുടെ കൂടെ പൊയ്ക്കോളൂ എന്ന മെസ്സേജ് കൊടുത്ത് ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബിൻതു റസൂലില്ലാഹ് സൈനബ് ബിൻതു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സൈനബ് എന്ന പൊന്നുമോൾ റസൂലുള്ളാഹിന്റെ പുത്രി ഭർത്താവിന്റെ അനുജന്റെ കൂടെ ഞാൻ നടക്കുകയാണ്. വഴിയിൽ ചെന്നപ്പോഴോ അതാ ശത്രുക്കൾ ചോദിച്ചു, ഇത് മുഹമ്മദിന്റെ മോളല്ലേ, എവിടെ കൊണ്ടുപോകുന്നു? അപ്പൊ ഭർത്താവിന്റെ അനുജൻ പറഞ്ഞു, ഇത് അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കാൻ പോവുകയാണ്. അനുവദിക്കുകയില്ല, അനുവദിക്കാൻ പോകുന്നില്ല, സൈനബിനെ കൊണ്ടുപോകാൻ അനുവദിക്കില്ല. അങ്ങനെ വാളും ചൂണ്ടി അമ്പും എടുത്തുയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹിന്റെ മോള് സൈനബ് അങ്ങ് കരയാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. അബൂ സുഫിയാൻ വന്നിട്ട് പറഞ്ഞു, അല്ലയോ, സൈനബിനെ തടഞ്ഞിട്ട് ഞങ്ങൾക്ക് വലിയ നേട്ടമൊന്നുമില്ല, അതുകൊണ്ട് ഇബ്നു റബീ നിങ്ങൾ ഇപ്പൊ അങ്ങ് വീട്ടിൽ കൊണ്ടുപോയിട്ട് രാത്രി ഞങ്ങൾ ആരും കാണാത്തപ്പോ കൊണ്ടുവിട്ടോളൂ. ഇതങ്ങ് പറയുമ്പോഴേക്ക് സൈനബ് ഇങ്ങനെ കരഞ്ഞു വിറയ്ക്കുന്നു. കാരണം എങ്ങോട്ടും തിരിയാൻ കഴിയുന്നില്ല. അവസാനം ഇമാമിങ്ങൾ രേഖപ്പെടുത്തട്ടെ, സൈനബ് പരസ്യമായി അവിടെ വെച്ച് വിഷമിച്ച് പ്രസവിക്കേണ്ടി വന്നു. ശാരീരികമായി തളർന്നുപോയി, മാനസികമായി തളർന്നുപോയി.
നാണക്കേട് വന്ന് വല്ലാതെ വിഷമിച്ചുപോയി. അത്രക്ക് റസൂലുള്ളാഹിന്റെ മോള് മരുഭൂമിയിൽ വെച്ച് പീഡനത്തിന്റെ പേരിൽ തോക്ക് ചൂണ്ടിയതിന്റെ പേരിൽ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ വിഷമിച്ചവിടുന്ന് പ്രസവിച്ചുപോയി. അവസാനം ആ ചോരപ്പൈതലെയും എടുത്ത് മക്കയിലേക്ക് തിരിഞ്ഞു നടന്നു. പിന്നെ ദിവസങ്ങൾ കഴിഞ്ഞ് മദീനയിലേക്ക് കൊണ്ടുവിട്ടു. പക്ഷേ സൈനബിന്റെ അസുഖം മാറിയിട്ടില്ല. അവസാനം അബുൽ ആസ് ബിൻ റബീഅ ഇസ്ലാം സ്വീകരിച്ച് മദീനയിൽ വന്ന് കൂടെ താമസിച്ച് അല്പം ദിവസം കഴിയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യുദ്ധത്തിന്റെ ഏർപ്പാടുമായി നിൽക്കുമ്പോ ഫാത്തിമ ബീവി പറയുന്നു, മാത്തത്ത് ഉഖ്തി. അന്ന് മരുഭൂമിയിൽ വെച്ച് പ്രസവിച്ച് അന്ന് മരുഭൂമിയിൽ വെച്ച് വിഷമിച്ചതിന്റെ അതേ കാരണത്താൽ സൈനബ് മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാഹിന്റെ മോളത് സഹിച്ചത് എന്തിനാണ്? സ്വന്തം കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയല്ല, നമ്മുടെ കയ്യിലേക്ക് ഇസ്ലാം തരാനാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരോട് ഉപദേശമെന്ന നിലയ്ക്ക് തന്നെ പറയട്ടെ, നിങ്ങളുടെ ഉറത്തൊരു അന്യപുരുഷൻ കാണാൻ പാടില്ല, അത് ഹറാമ് തന്നെ. കച്ചവടക്കാരോട് പറയട്ടെ, നമ്മുടെ സമ്പത്ത് പലിശ കടക്കാൻ പാടില്ല, ഹറാമ് തന്നെ. മൊയ്ലിയാരെ ബിസിനസ് ആകുമ്പോ അല്പമൊക്കെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ കഴിയില്ല. എടാ മോനെ, നീ അങ്ങനെയാണ് ബിസിനസ് നടത്തുന്നതെങ്കിൽ നടത്തിക്കോ. അല്ലാഹു പറയുന്നു, മാലുഹു ഹറാം വമാ നബത മിനൽ ഹറാം വന്നാറു ഔലാ ബിഹാ. നിനക്കത് കഴിയില്ലെങ്കിൽ അള്ളാഹു വിധിച്ച വേലി നിനക്ക് അംഗീകരിക്കാൻ വയ്യാന്നാണ് അതിന്റെ അർത്ഥം. മുതലാളിയുടെ ബിസിനസ് ആകുമ്പോൾ പലിശ ഇല്ലാതെ കഴിയില്ല. പല മുതലാളിമാരും പറയുന്ന ചിലരോ 50 ലക്ഷം കയ്യിലുള്ളപ്പോ 1 കോടിയുടെ ബിസിനസ് നടത്താൻ വേണ്ടി ബാക്കി ബാങ്കിനെ സമീപിക്കും. ചില ആള് 10 ലക്ഷം കയ്യിലുണ്ടാവും. അപ്പൊ 20 ലക്ഷത്തിന്റെ ബിസിനസ് പ്ലാൻ ചെയ്യും. ബാക്കി 10 ലക്ഷം ബാങ്കിൽ നിന്ന് കടമെടുക്കും. അള്ളാഹ് അനുവദിച്ചതാണോ? അല്ല. ഇങ്ങനെ പൊട്ടി എത്ര ആളുകളാണ്? ഇങ്ങനെ പൊട്ടിപ്പോയ എത്ര ആളുകളാണ്? മുസ്ലിയാരെ, എന്റെ കയ്യിൽ എന്നോട് റമദാൻ മാസത്തിൽ ഒരാൾ പറഞ്ഞതാണ്, എന്റെ കയ്യിൽ $50 മില്യൺ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ $50 മില്യൺ കൂടെ ബാങ്കിൽ എടുത്തിട്ട് എന്റെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ നോക്കി. പക്ഷെ എല്ലാം കൂടെ പൊട്ടിപ്പോയി. ഞാനിപ്പോ ആകെ പാളിച്ചേക്കി. എടാ, നിനക്ക് അല്ലാഹു തന്ന $50 മില്യൺ നീ മറന്നുപോയി ഒപ്പിന്. എന്നിട്ട് അല്ലാഹു അനുവദിക്കാത്ത മാർഗത്തിലേക്ക് നീ പോയി. നിങ്ങൾ സ്വകാര്യമായി ഇടപെട്ട് നോക്കൂ. ഇങ്ങനെ പൊട്ടിപ്പോയ എത്ര വലിയ ബിസിനസ്സുകാരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ലികുല്ലി മലികിൻ ഹിമാ അലാ ഇന്ന ഹിമല്ലാഹി മഹാരിമഹു. എല്ലാ രാജാക്കന്മാർക്കും ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ഉണ്ടോ? എന്നാൽ എന്റെ പ്രൊട്ടക്റ്റഡ് ഏരിയ ഏതാണെന്നറിയുമോ? മഹാരിമഹു, ഹറാമാക്കിയ കാര്യമാണ്. അതിൽ തൊട്ടാ നമ്മൾ വെറുതെ വിടൂല. ഈ നിലക്ക് ദീന് നമ്മളോട് പഠിപ്പിച്ചു തരുമ്പോ ധിക്കാരപൂർവ്വം അള്ളാഹുവിന്റെ ദീനിനെ മറന്നു കളയുന്ന സഹോദരിമാരോട് സൂചിപ്പിക്കാനുള്ളത്, അള്ളാഹുവിനെ ഓർത്ത് ജീവിക്കണം. എന്നാലേ നമ്മുടെ ആഖിറത്ത് അല്ലാഹു നന്നാക്കി തരികയുള്ളൂ. ആ നിലക്ക് ഈമാനുള്ള മരണം നമുക്ക് അല്ലാഹു നൽകട്ടെ. ഇസ്ലാമിക സംസ്കാരത്തെ പൂർണ്ണമായും ഉൾക്കൊണ്ടാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അല്ലെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയ്ക്ക് ഈമാനിക ആവേശത്തോടെ സംസ്കാരം ഉൾക്കൊണ്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ഏത് മുസ്ലിയാരുടെ നന്നായില്ലെങ്കിലും അല്ലാഹുവിനുള്ള തഖ്വ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ ജീവിതം തകരാറിലായി. ഇന്ന് ഈമാൻ കൊത്തി വലിക്കാൻ ഒരുപാട് ഘടകങ്ങളാണ്. ഒരുപാട് ഘടകങ്ങൾ നമ്മുടെ അമലുകൾ തെറ്റിക്കാൻ, നമ്മുടെ വിശ്വാസം തെറ്റിക്കാൻ, നമ്മുടെ പ്രവർത്തനം തെറ്റിക്കാൻ 4 ഭാഗത്തു നിന്നും ഈമാൻ ഇങ്ങനെ കൊത്തി വലിക്കുമ്പോ പിടിച്ചു നിൽക്കണമെങ്കിൽ 100 ഷഹീദിന്റെ ഈമാൻ, ആ കൂലി തരാൻ മാത്രമുള്ള ഈമാൻ നമുക്ക് വേണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് അവിടുന്ന് റിവായത്ത് ഹദീസ് എനിക്ക് വായിച്ചു. എന്താണെന്നറിയോ? റോഡ് സൈഡിൽ കിടന്നിട്ട് വ്യതിചരിക്കുന്നത് കാണുമ്പോൾ ഒന്ന് മാറിക്കിടക്കണമെന്ന് പറയാൻ കഴിയുന്നവൻ ഉമറുൽ ഫാറൂഖിന്റെ ഈമാനുള്ളവനാണ്. ഇത് ഓടുമ്പോൾ ഞങ്ങളൊക്കെ അത്ഭുതപ്പെട്ട് പഠിക്കാൻ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ നമ്മുടെ കൂട്ടുകാർ എത്രയോ പേര് പറയുന്നു, ഉസ്താദേ എന്തിന് പറയണം, അങ്ങനെ തന്നെ റോഡിന്റെ സൈഡിൽ തോന്നിവാസങ്ങൾ കാണുമ്പോൾ
അല്ലെങ്കിൽ ബസ്സിലിരിക്കുമ്പോൾ തോന്നിവാസങ്ങൾ കാണുമ്പോൾ നമുക്കൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. അത്രത്തോളം ഈമാനുള്ളവർക്ക് മാത്രം പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ലോകമായി പോയി. ഈമാനുള്ളവരെ എല്ലായിടത്തും എതിർക്കും, അപരിഷ്കാരികളെന്ന് വിളിക്കും, ലോകം തിരിയാത്തവരെന്ന് വിളിക്കും, അവർക്ക് ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിലാണെന്ന് പറയും. അക്കോലത്തിൽ ഈമാനുള്ളവർ ഉള്ള കുറച്ചാളുകൾ ആശയവും സഹിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും ഈമാനോടെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ കടുകത്തിയുള്ള ഈമാൻ വേണം. ഒരു കനലെടുത്ത് കൈവച്ചതുപോലെയാണ് അവസാന കാലത്ത് ഈമാനുള്ളവൻ. കാരണം ഇത് ഇട്ട് പോകാൻ മാത്രം എല്ലാവരും കൊണ്ടും നിർബന്ധിക്കുകയാണ്. എല്ലാവരും നിർബന്ധിക്കുന്നു, ഇടാൻ ചുട്ടു പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈമാനങ്ങൾ വീണു പോകാൻ സാധ്യതയുള്ള സാഹചര്യം ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ കരളിന്റെ പ്രശ്നങ്ങളായ ചെറുപ്പക്കാരെ ഒക്കെ പഠിപ്പിച്ചിരുന്ന ഈമാൻ, ആ ഈമാൻ നമുക്കുണ്ടാകണം. അതിൽ കുറെ ആയുധ പരിശീലനം നടത്തിയത് കൊണ്ട് നമുക്ക് ഒരു സമുദായത്തെയും രക്ഷപ്പെടുത്താൻ കഴിയില്ല. ബിലാലിന്റെ പ്രവാഹകങ്ങൾ ആയുധ പരിശീലനം നടത്തിയത് കൊണ്ടല്ല ബദറിൽ 3 പേരെ വകവരുത്തിയത്, അല്ലെങ്കിൽ 2 പേരെ വകവരുത്തിയത്. അന്ന് വരെ ബിലാലിന് വാല് പിടിച്ച് പരിചയമില്ല, ഈമാൻ ഉണ്ടായിരുന്നു. കടുകട്ടിയുള്ള ഈമാനുണ്ടെങ്കിൽ ഒരു ആയുധ പരിശീലനവും വേണ്ട. അള്ളാഹുവിന്റെ കലിമത്ത് ചൊല്ലി മരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. ലോകം മുഴുവനും നന്നാക്കിയില്ലെങ്കിൽ നമ്മുടെ കൽബിൽ, നമ്മൾ മുമ്പ് പത്രത്തിൽ വായിച്ചു, ഗുജറാത്ത് കലാപത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ കൈകൂപ്പി നിന്ന് യാചിക്കുന്ന ജീവനിന് വേണ്ടി. ആ ഒരവസ്ഥ എനിക്കുണ്ടായാൽ കലിമ ചൊല്ലാനുള്ള ഈമാൻ എനിക്ക് കിട്ടണമെന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ലോകം മുഴുവൻ ഇളക്കി മറിക്കണമെന്നും പറഞ്ഞു ചാടി ബഹളം വെച്ചതുകൊണ്ടായില്ല. ആ ഒരവസ്ഥയിൽ എന്റെ കഴുത്തിന് നേരെ വാളോങ്ങിയിട്ട് ഒരു ഇസ്ലാമിന്റെ ശത്രു വരുന്ന സമയത്ത് കെലിമ ചെല്ലാനുള്ള ഈമാൻ വേണ്ടയോ ചെറുപ്പക്കാരാ? അതിന് കെലിമ കാണാതെ പഠിച്ചത് കൊണ്ടായില്ല. കൽബിൽ ഈമാൻ ഉണ്ടാകണം, കടുകട്ടിയുള്ള ഈമാൻ ഉണ്ടാകണം, ഖത്താബുകളുടെ ഈമാൻ വേണം. എന്നാലേ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അല്ലാഹു ചിതറിച്ചെറിച്ച് ചെറുപ്പക്കാരിങ്ങനെ തോന്നിവാസത്തിൽ പോകുമ്പോ, കുടിച്ചു മതിച്ച് രസിച്ച് നടക്കുമ്പോ, നമ്മുടെ സമുദായത്തിന്റെ പേരുള്ള മക്കൾ ഇങ്ങനെ കള്ളു കുടിച്ച് നടക്കുമ്പോ, പെണ്ണ് പിടിച്ച് നടക്കുമ്പോ, ചെറിയ 17കാരിയായ ഒരു 17കാരിയായ ഒരു പെൺകുട്ടി, ഒരു ഹാജിയാരുടെ മോള് കഴിഞ്ഞ കൊല്ലം ഇതേ സമയം ഒരു പ്രേമക്കേസിന്റെ പേരിൽ മലയാളം വാരികയുടെ 1ാമത്തെ പേജിൽ നിൽക്കുന്ന ചിത്രമുണ്ടായിരുന്നില്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? അല്ലാഹുവിന്റെ ദീനിന്റെ പേരിൽ അറിയപ്പെടുന്ന മുസ്ലിമീങ്ങൾ തോന്നിവാസത്തിലേക്ക് വീഴുമ്പോ നമ്മുടെ കൽബ് വേദനിക്കുന്നില്ലല്ലോ. ഇസ്ലാമിന്റെ പേര് കളങ്കപ്പെടുന്നത് ചിന്തിക്കുന്നില്ലല്ലോ. ഇന്നും ഏതോ ഒരാളുടെ വിഷയത്തിന്റെ പേരിൽ കരുനാഗപ്പള്ളി ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ ബസ് കയറാൻ നിൽക്കുമ്പോ അവിടുന്ന് ഏതോ ഒരു പാർട്ടിയുടെ പ്രസംഗം നടക്കുമ്പോ പ്രവാചകനെ പേരെടുത്തിട്ട് അവർ വിമർശിക്കുന്നത് പോലെ തോന്നി. അതേതോ ഒരു മുസ്ലിം മജീദിന്റെ പേരിലോ ആരോപണത്തിന്റെ പേരിലോ അള്ളാഹുവിന്റെ ഹബീബിനെ വരെ അവർ ചേർത്ത് പറയുന്ന അവസ്ഥയ്ക്ക് പോയി. അള്ളാഹു നമ്മളെല്ലാം കാത്തുരക്ഷിക്കട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒന്നും പറയാൻ അവസരം കിട്ടിയിട്ടില്ല. അവസാനം ഒന്ന് പറയാം. നമുക്കിനി ഒരു സ്ഥാനവും ദുനിയാവില്ലെങ്കിലും റസൂലുള്ളാഹിനോടുള്ള ഇഷ്ടമുള്ള സ്ഥാനം വേണം. എനിക്ക് എന്റെ കയ്യിൽ ഒരു വലിയ കെട്ട് നിസ്കാരമില്ല, എന്റെ കയ്യിൽ വലിയൊരു കെട്ട് നോമ്പും കൊടുക്കാനില്ല. റബ്ബിന്റെ കോടതി ചെല്ലുമ്പോ എനിക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ കാരണമേ ഞാൻ കാണുന്നുള്ളൂ. ബൂസൂരി ഇമാം പറയുകയാണ്, അതെന്താണെന്നറിയുമോ? എന്റെ പേര് മുഹമ്മദ് എന്നാണ്. എന്റെ പേര് മുഹമ്മദ് എന്നാണ്. അപ്പൊ നമുക്കെന്താണ് അവകാശം പറയാനുള്ളത്? എന്റെയും പേരിന്റെ പകുതി മുഹമ്മദാണ്. മുസ്ലിമാമിന്റെ കൂടെ കൂടി ഞാൻ നിൽക്കട്ടെ. അതോടൊപ്പം നമുക്ക് രക്ഷപ്പെടാൻ ഒരൊറ്റ വഴി അൽ-വസീലത്തുൽ ഉസ്മാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരാളാദി വന്ന് ചോദിച്ചു, മത്തൽ ഖിയാമായ റസൂലല്ലാഹ്, എപ്പോഴാണ് ഖിയാമത്ത് മുറിയെ? റസൂൽ തിരിച്ചു ചോദിച്ചു, അമാദഅലഹ, മോനെ ഖിയാമത്ത് എപ്പോഴും ആയിക്കോട്ടെ, നിന്റെ കയ്യിൽ എന്താണുള്ളത്? എന്റെ കയ്യിലുള്ളത് തങ്ങളാണ്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അന്ത മഅമൻ അഹബ്ബ, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെ സ്വർഗത്തിൽ പോകുന്നില്ല. അപ്പൊ നമ്മുടെ കൽബ് റസൂലുള്ളാഹിനെ പ്രേമിക്കണം. ദുനിയാവിന്റെ പ്രേമം കുറയ്ക്കണം, പെണ്ണിനോടുള്ള പ്രേമം കുറയ്ക്കണം, പൊന്നു
പെണ്ണിനോടുള്ള പ്രേമം കുറക്കണം, പണത്തോടുള്ള പ്രേമം കുറക്കണം. അവസാനം ഹബീബിനെ ഇങ്ങനെ പ്രേമിച്ച് ഒരുപാട് തവണ ഇങ്ങനെ കാണണം. നീ നിന്റെ ഭാര്യയെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ ഭാര്യയെ സ്വപ്നത്തിൽ കണ്ടത്, നീ നിന്റെ ഭർത്താവിനെ സ്നേഹിച്ചത് കൊണ്ടാണ് സ്വപ്നത്തിൽ കണ്ടത്, നീ നിന്റെ മക്കളെ സ്നേഹിച്ചത് കൊണ്ടാണ് സ്വപ്നത്തിൽ കണ്ടത്, മക്കൾ വാപ്പയുമ്മമാരെ സ്നേഹിച്ചത് കൊണ്ടാണ് സ്വപ്നത്തിൽ കണ്ടത്. എന്നാൽ റസൂലുള്ളാഹിനെ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടോ? 60 കൊല്ലം ജീവിച്ചവരെന്റെ സദസ്സിലില്ലേ? 80 കൊല്ലം ജീവിച്ചവരില്ലേ? അല്ലെങ്കിൽ 70 കൊല്ലം ജീവിച്ചവരില്ലേ? ഒരു തവണയെങ്കിലും റസൂലുള്ളാഹിനെ കണ്ടോ? നീ നിന്റെ പ്രിയപ്പെട്ടവരെ ഒരുപാട് കണ്ടില്ലേ? അതുകൊണ്ട് കൽബുകൊണ്ട് റസൂലുള്ളാഹിനെ പ്രേമിച്ച് കണ്ടതിന്റെ രസം ഇങ്ങനെ അനുഭവിച്ച് ഇനി ഒരുപാട് തവണ കണ്ട് ആ മധു ഇങ്ങനെ ദഹിച്ച് അവസാനം വിസാലിലായി മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് നിങ്ങൾ ദ്വാരക്കണം. കൽബുകൊണ്ട് പ്രേമിച്ചോ റസൂലുള്ളാഹിനെ കാണും ഉറപ്പാണ്. അത് ഇമാമിങ്ങൾ പറഞ്ഞതാണ്. ബൂസിരി ഇമാം തങ്ങൾ അവിടുത്തെ ഉസ്താദിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞിരിക്കുക റസൂലുള്ളാഹിനെ സ്വപ്നം കാണണം. അപ്പൊ ഉസ്താദിനൊരൊറ്റ ചിരി, എടാ മോനെ നീയൊന്നും അങ്ങനെ പറഞ്ഞാ പോരാ, റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണലൊക്കെ സ്നേഹത്തിന്റെ ചെറിയ പടിയാണ്, നിങ്ങളൊക്കെ അതിനേക്കാളും ഉയരണം. അപ്പൊ നമുക്ക് ആ ചെറിയ സ്നേഹം പോലും ഇല്ലല്ലോ എന്ന് നമ്മൾ ആലോചിക്കണം. ബഹുമാനപ്പെട്ട അബുൽ ഹസൻ ശാദിരി തങ്ങൾ പറഞ്ഞു, ലൗ ഖാബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നി തറഫത ഐനി ലമാ അദത്തു നഫ്സി മിനൽ മുസ്ലിമീൻ. ഒരു സെക്കൻഡ് റസൂലുള്ള പറഞ്ഞാൽ ഞാൻ മുസ്ലിം അല്ലാതെ ഞാൻ പറയും. ആ നിലക്ക് റസൂലുള്ളാഹിനെ കാണുന്നയാളാണ് അബുൽ ഹസൻ ശാദിരി. നമ്മൾ എവിടെയാണ്? അല്ലാഹു ആ പ്രേമത്തിന്റെ രസം ഇങ്ങനെ അനുഭവിപ്പിച്ചു തരട്ടെ. അല്പ സ്വലാത്തുകളിൽ നമുക്കൊരു ആരക്കാം. അല്ലാഹു നമ്മുടെ എല്ലാം കബൂലാക്കട്ടെ.